നമസ്കാരം. നമ്മുടെ മനസ്സിനെ കയ്യിലൊതുക്കുവാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും മനസ്സന്തോഷം പൂർണ്ണമായി അനുഭവിക്കുവാനും ഏറെ ടെക്നിക്കുകൾ നമുക്ക് പരിചയമുണ്ടെങ്കിലും അവയിൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. മോഡേൺ സൈക്കോളജിയും ന്യൂറോ സയൻസും മൈൻഡ്ഫുൾനെസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസിനെക്കുറിച്ചും എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് എന്നതിനെക്കുറിച്ചും പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ചിലരുടെ സംശയം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ധ്യാന രീതി മാത്രമാണോ എന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്നാൽ ശ്രദ്ധാപൂർണത എന്നാണ് അർത്ഥം. നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പരിപൂർണമായി ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് സിമ്പിളായി പറയുന്നത്. തുടക്കത്തിൽ നമുക്ക് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തുടങ്ങാനാകും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ശ്വാസത്തെ പിടിച്ചുവെക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാനോ പാടില്ല. അങ്ങനെ ഈ ശ്വാസത്തിലേക്ക് കുറച്ചു സമയം ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് പല പല ചിന്തകളിലേക്കും പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ശ്വാസത്തെ അറിയുന്നതിൽ നിന്നും എൻ്റെ ചിന്തകൾ എന്നെ തടസ്സപ്പെടുത്തുന്നു എന്ന് അറിയാൻ കഴിയും. അതും മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. ചിന്തകൾ കാരണം എനിക്ക് എൻ്റെ ശ്വാസത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു തിരിച്ചറിവ് ആയി വരികയും പല വിഷയങ്ങളിലേക്കും വഴുതിപ്പോകുന്ന എൻ്റെ മനസ്സിനെ വീണ്ടും കാരുണ്യത്തോടും കനിവോടും കൂടി ബോധപൂർവം ശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുമ്പോൾ അവിടെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തെളിഞ്ഞു വരുന്നത്. ഇവിടെ നമ്മൾ കാരുണ്യം അഥവാ കമ്പാഷൻ എന്ന ഒരു വാക്കുപയോഗിച്ചു. മൈൻഡ്ഫുൾനെസ്സിൽ കരുണാർദ്ര ചിത്തതയുടെ പ്രസക്തി വളരെ കൂടുതലാണ്. ഏതൊരു വ്യക്തിയിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരോട് കരുണ കാണിക്കേണ്ടേ? ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ കുട്ടികളിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. തൽക്കാലത്തേക്ക് സമ്മർദ്ദം ഉപയോഗിച്ച് അവരിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും സ്നേഹവും കരുണയുമാണ് ശാശ്വതമായ മാറ്റത്തിലേക്ക് അവരെ നയിക്കുവാൻ കഴിയുക. നോ ആക്ട് ഓഫ് കൈൻഡ്നെസ് ഹൗവർ സ്മോൾ ഈസ് എവർ വേസ്റ്റഡ് എന്ന ഈസോപ്പ് വചനമുണ്ട്. എത്ര ചെറിയ അളവിലായാലും ദയ പാഴാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റുള്ളവരോട് എന്നതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളോടും ദയ കാണിക്കേണ്ടേ? കരുണ കാണിക്കേണ്ടേ? മൈൻഡ്ഫുൾനെസ്സിൽ കമ്പാഷൻ അത്യാവശ്യ ഘടകമാണ്. ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് വഴുതിപ്പോവുകയാണെങ്കിൽ നമ്മൾ സ്വയം കരുണ കാണിക്കുകയും സ്നേഹത്തോടെ തന്നെ മനസ്സിനെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്താൽ മാത്രമേ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ശ്രദ്ധാപൂർണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആദ്യമായി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ അത് പരിപൂർണമായി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങാറുണ്ട്. അത് പാടില്ല. ഇതിന് നോൺ ജഡ്ജ്മെൻ്റൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. സ്വയം വിലയിരുത്താതെ മുൻവിധികളൊന്നും തന്നെയില്ലാതെ ക്ഷമയോടുകൂടി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ ഏർപ്പെടുക. ക്രമേണ നമ്മുടെ മനസ്സിൻ്റെ രീതികൾ മാറിത്തുടങ്ങും. മൈൻഡ്ഫുൾനെസ്സിലൂടെ മനസ്സിന് ശാന്തത ലഭിക്കുമെന്ന ഉറപ്പുണ്ടാകുമ്പോൾ ചിന്തകളിൽ നിന്നും ശ്രദ്ധാപൂർണതയിലേക്ക് നമുക്ക് മനസ്സിനെ നിഷ്പ്രയാസം നയിക്കാൻ കഴിയും. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് ഏകാഗ്രത ലഭിക്കാനുള്ള നല്ല ഒരു മാർഗമാണെങ്കിലും അതല്ലാതെയും നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ്? വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. ചിന്തകൾ വരുന്ന സമയത്ത് ആ ചിന്തകളെ വിലയിരുത്താതെ കരുണയോടെ അറിയുക, നോക്കിക്കാണുക. സ്ഥിരമായി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതുമായി പൊരുത്തപ്പെടുവാൻ കഴിയുകയും ചെയ്യും. ശാന്തമായ തടാകത്തിൽ ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് ശാന്തമായ മനസ്സിൽ ചിന്തകൾ ഉദിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് നമുക്കെത്താൻ കഴിയുകയും ചെയ്യും. മനസ്സിലുള്ള ചിന്തകളെ തള്ളിപ്പറയാതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇതാണ് മാറ്റത്തിൻ്റെ തുടക്കം. ചിലതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും വിങ്ങലുകളും ചിന്തകളിൽ നിന്നും ഉദിക്കുന്നവയാണ്. ചിന്തകളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വിഷയങ്ങളെയും നമുക്ക് വിലയിരുത്താതെ കരുണയോടെ ശ്രദ്ധിക്കാൻ കഴിയും. മനസ്സിൽ വിഷമങ്ങൾ വരുമ്പോൾ മറ്റു പല വഴികളും അന്വേഷിച്ച് ഓടി നടക്കേണ്ട കാര്യമില്ല. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ താലോലിക്കുന്ന രീതിയിൽ ശ്രദ്ധാപൂർണതയുടെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നോക്കിക്കാണാൻ കഴിയും. അത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ മറ്റൊരു തലമാണ്. സാധാരണയായി
നിഷേധാത്മക ചിന്തകളും വികാരങ്ങളും, അതായത് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഴിചാരുകയാണ് ചെയ്യുന്നത്. അവനാണ്, അവളാണ്, അല്ലെങ്കിൽ ആ സാഹചര്യമാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ലേബൽ ചെയ്യും. അവർ ഒരു കാരണമായി എന്നത് സത്യം തന്നെ. എന്നാൽ ഈ വികാരങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയല്ലേ? നമ്മുടെ മനസ്സിൽ നിന്നാണ് അത് പൊങ്ങി വരുന്നത്. അതവിടെ ഉപബോധ തലത്തിൽ, അതായത് സബ് കോൺഷ്യസ് ലെവലിൽ ഉണ്ടായതുകൊണ്ടാണ് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. അത് എന്നോട് പറയുകയാണ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന്, എന്നെ നോക്കൂ എന്ന്. അപ്പോൾ നമ്മളത് നോക്കിയാൽ മാത്രം മതി, നിശബ്ദതയിൽ അറിഞ്ഞാൽ മാത്രം മതി. കാരണക്കാർ ആയവരെ മറന്ന് ഉള്ളിലുള്ള അവസ്ഥയെ ഒട്ടും വിലയിരുത്താതെ അറിയുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഇമോഷൻസിനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സിലുള്ള വികാരങ്ങളിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമ്പോൾ ശരീരത്തിൻ്റെ വികാരങ്ങളിലേക്കും, അതായത് സെൻസേഷൻസിലേക്കും നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ കഴിയും. ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൊറിച്ചിലുകളും പിരിമുറുക്കങ്ങളും വേദനകളും എല്ലാം നമുക്ക് മുൻവിധികൾ കൂടാതെ കരുണയോടെ ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്മയീഭാവം അഥവാ എംപതി വളരുകയാണ് ചെയ്യുന്നത്. തന്മയീഭാവം വളർത്തിയെടുക്കാൻ കഴിയുമ്പോൾ വ്യക്തികളുമായുള്ള ഇടപെടലുകളിൽ ഈ ഭാവം ഉണ്ടാവുകയും അതിലൂടെ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ക്രമേണ ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി, അതായത് വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള ഗുണങ്ങളാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സ്ഥിരമായ പ്രാക്ടീസിലൂടെ നമ്മുടെ തലച്ചോറിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഏകാഗ്രത വളർത്തുവാനും ക്ഷമാശീലത്വം പ്രദാനം ചെയ്യുവാനും പഠനത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും എന്ന കണ്ടെത്തലുകളുമുണ്ട്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സഹായിയായി ഒരു മൈൻഡ്ഫുൾനെസ് ഗൈഡഡ് മെഡിറ്റേഷൻ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സ്ഥിരമായ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലൂടെ താങ്കൾക്ക് താങ്കളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥ മെച്ചപ്പെടുത്തുവാനും വ്യക്തിബന്ധങ്ങൾ സ്നേഹസമ്പന്നമാക്കുവാനും ജീവിതം അതിമനോഹരമാക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഇത്രയും സമയം ക്ഷമയോടെ വീഡിയോ കണ്ടിരുന്നതിന് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.